കെയേഴ്സ് ഫണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടെന്ന്. 2020 കോവിഡ് മഹാമാരി നമ്മുടെ നാടിനെ വിറപ്പിച്ച ആ സമയത്താണ് വളരെ പെട്ടെന്ന് PM കെയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫണ്ട് രൂപീകരിക്കപ്പെടുന്നത്. ദുരന്ത സമയത്ത് രാജ്യത്തെയും ജനങ്ങളെയും സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വലിയ ഫണ്ട് കേൾക്കുമ്പോൾ വളരെ നല്ല കാര്യമായി തോന്നാം. എന്നാൽ ഈ ഫണ്ടിൻ്റെ ചില നിയമങ്ങൾ, ഉള്ളറകൾ, കണക്കുകൾ ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ കണ്ണ് തള്ളിപ്പോകും. ഇന്ന് നമ്മൾ വളരെ കൃത്യമായി സംസാരിക്കാൻ പോകുന്നത് ഈ PM കെയേഴ്സ് ഫണ്ടിൻ്റെ പേരിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യം തന്നെ ഈ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ലൂപ്പ് ഹോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് CAG അതായത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓഡിറ്റിൻ്റെ ആവശ്യമില്ല. സാധാരണയായി ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഏതൊരു ഫണ്ടും നമ്മുടെ CAG കൃത്യമായി പരിശോധിക്കാറുണ്ട്. അത് ജനങ്ങളുടെ പണമാണ്. എന്നാൽ PM കെയേഴ്സിന്റെ കാര്യത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ പോലും ചെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് ഫണ്ട് അല്ല, മറിച്ച് പൊതുജനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും കമ്പനികളിൽ നിന്നുമൊക്കെ വോളണ്ടറി ആയി വാങ്ങുന്ന പണമാണ്. അതുകൊണ്ട് ഇതിന് CAG ഓഡിറ്റിന്റെ ആവശ്യമില്ല. ഇതിന്റെ കണക്കുകൾ ആരും ചോദ്യം ചെയ്യാനും പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരി നേതൃത്വം നൽകുന്ന ഫണ്ടിന്റെ കണക്ക് ചോദിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ അവകാശമില്ല. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയിൽ ഈ ഫണ്ടിലേക്ക് പിരിച്ചെടുത്തത് എത്ര തുകയാണ്? നമ്മളെ ഞെട്ടിക്കുന്ന കണക്കാണ്. ഏകദേശം 8,452 കോടി രൂപ. ഇത്രയും ഭീമമായ തുക നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കായി പിരിച്ചെടുത്തു. എന്നാൽ ഇതിൽ നിന്നും രാജ്യത്തെ ദുരന്തങ്ങൾക്കോ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി സർക്കാർ ചെലവാക്കിയത് എത്രയാണ്? കേട്ടാൽ നമ്മൾ വിശ്വസിക്കില്ല. വെറും 0.1%. അതായത് കൃത്യമായി പറഞ്ഞാൽ വെറും 87.5 ലക്ഷം രൂപ മാത്രം. 8,500ഓളം കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണ് അതിൽ നിന്ന് 1 കോടി രൂപ തികച്ചുപോലും ചെലവാക്കാതെ വെറും 87 ലക്ഷത്തിൽ കാര്യം ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, ബാക്കി തുക മുഴുവൻ അവരെന്ത് ചെയ്തു എന്ന്. അവിടെയാണ് അടുത്ത കഥ വരുന്നത്. ഈ കിട്ടിയ തുകയിൽ നിന്ന് ഏകദേശം 7,400 കോടിയോളം രൂപ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാത്രം സർക്കാരിന് വർഷാവർഷം എത്ര പലിശ കിട്ടുന്നു? ഏകദേശം 400 മുതൽ 450 കോടി രൂപ വരെ. ആലോചിച്ച് നോക്കൂ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഈ പലിശ തുക എവിടെ പോകുന്നു, അതെങ്ങനെ ചെലവാക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരുവിധ രേഖയോ വ്യക്തതയോ ആർക്കുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കില്ല എന്നാണ് വലിയ വായിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് കമ്പനികൾ അടക്കം കോടിക്കണക്കിന് രൂപ ഈ ഫണ്ടിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതിർത്തിയിൽ ചൈനയുമായി പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഈ ചൈനീസ് കമ്പനികൾ PM കെയേഴ്സിലേക്ക് പണം നൽകിയത്? പകരമായി സർക്കാർ അവർക്ക് എന്തെങ്കിലും സൗജന്യങ്ങളോ അനുകൂല നിലപാടുകളോ എടുത്തു കൊടുത്തോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും മറുപടി ലഭിക്കില്ല. ചോദിക്കുന്നവനെ പെട്ടെന്ന് രാജ്യദ്രോഹിയാക്കി മാറ്റുകയും ചെയ്യും. ഒരു വശത്ത് നമ്മുടെ അമിത്ഷായും ഗവൺമെന്റും എന്താണ് ചെയ്യുന്നത്? FCRA നിയമങ്ങൾ കർശനമാക്കുന്നു. രാജ്യത്തെ NGOകൾക്കും ക്രിസ്ത്യൻ മിഷനറിമാർക്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും വിദേശത്ത് നിന്ന് വരുന്ന ഓരോ പൈസയ്ക്കും കൃത്യമായ കണക്ക് വേണം. ഇല്ലെങ്കിൽ അത് മതപരിവർത്തനത്തിനോ തീവ്രവാദത്തിനോ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ റെയ്ഡുകൾ നടത്തുന്നു. ഇനി അതൊക്കെ മാറ്റിവെക്കേ. നാളെ ഒരു EDയോ NIAയോ ഇൻകം ടാക്സോ നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മളോട് ഒരു 5 ലക്ഷം രൂപയുടെ സോഴ്സ് ചോദിച്ചാൽ ഞാൻ കാണിക്കില്ല, അതെനിക്ക് പലരും തന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പോൾ തന്നെ പൊക്കി ജയിലിലിടും. എന്നാൽ മറുവശത്ത് ഇതേ സർക്കാർ പിരിച്ചെടുക്കുന്ന 8,500 കോടി രൂപയുടെ കണക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരാണ്, കണക്ക് കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിലപാടെടുക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്! നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്തെല്ലാം ദുരന്തങ്ങൾ നടന്നു. വയനാട്ടിലെ അതിഭീകരമായ ഉരുൾപൊട്ടൽ, അസം, മഹാരാഷ്ട്ര, തമിഴ്നാട് പ്രളയങ്ങൾ,
ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ഉണ്ടായ മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലുകളും ഇതൊന്നും നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരു എമർജൻസിയായി തോന്നിയില്ലേ? സംസ്ഥാനങ്ങൾ കേന്ദ്രത്തോട് പണത്തിനായി കൈകൂപ്പി യാചിക്കുമ്പോഴും ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഈ PM കെയേഴ്സ് ഫണ്ടിൽ നിന്ന് ഒരു 5 പൈസ എടുത്തു നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. അപ്പോൾ പ്രധാനമന്ത്രി ശരിക്കും ആരെയാണ് കെയർ ചെയ്യുന്നത്? കോവിഡ് കാലത്ത് നമ്മുടെ ഗവൺമെന്റ് വലിയൊരു ആഘോഷത്തോടെ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. കോവിഡ് വന്ന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പ്രതിമാസം 2000 രൂപ വെച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പദ്ധതി. ഏകദേശം 3380 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കൊടുത്തു എന്ന് മോദിജിയുടെ വലിയൊരു നേട്ടമായി എല്ലാവരും ഉയർത്തി കാണിച്ചിരുന്നു. എന്നാൽ ഈ കുട്ടികൾക്ക് കൊടുത്ത തുകയുടെ കണക്കുകൾ വെച്ച് കൂട്ടിയാൽ തന്നെ കോടികൾ വരും. പക്ഷേ ഒഫീഷ്യൽ കണക്ക് പ്രകാരം ഇവരാകെ ചെലവാക്കിയത് വെറും 87 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പദ്ധതി തികഞ്ഞൊരു കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടികൾക്കൊന്നും പണം കൃത്യമായി ലഭിച്ചിട്ടില്ല. പാർലമെന്റിൽ ചെന്ന് ഏതെങ്കിലും ഒരു MP ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? പാർലമെന്റിന്റെ റൂൾ 41A, 41AB പ്രകാരം ഇത്തരം കാര്യങ്ങൾ സർക്കാരിനോട് ചോദ്യമായി ഉന്നയിക്കാൻ പോലും അനുവാദമില്ല. ഇനി ആരെങ്കിലും സഭയിൽ ഇത് ഉന്നയിച്ചാൽ തന്നെ ആ ചോദ്യഭാഗങ്ങൾ സഭാ നടപടികളിൽ നിന്നും റെക്കോർഡുകളിൽ നിന്നും വെട്ടിമാറ്റുകയാണ് ചെയ്യാറുള്ളത്. CAG ഓഡിറ്റിന് പകരം പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാർക്കും താല്പര്യമുള്ള ചില സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടുകളെ വെച്ചാണ് ഇതിന്റെ ഓഡിറ്റിംഗ് എന്ന പേരിൽ പേപ്പർ വർക്കുകൾ നടക്കുന്നത്. സത്യത്തിൽ 2020 മുൻപ് നമ്മുടെ രാജ്യത്ത് പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലൈഫ് ഫണ്ട്, അതായത് PMNRF എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് സുതാര്യമായിരുന്നു. CAGക്ക് ഓഡിറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ അതിനെയൊക്കെ പാടെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സുതാര്യതയില്ലാത്ത, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ ഒരു ഫണ്ട് പെട്ടെന്ന് രൂപീകരിച്ചത്. ബഡ്ജറ്റുകളിൽ പോലും ആയിരക്കണക്കിന് കോടി രൂപ പല പദ്ധതികൾക്കായി വകയിരുത്തുകയും എന്നാൽ അതിൽ 5%, 10% മാത്രം ചെലവഴിച്ച് ബാക്കി ഫണ്ട് എവിടെ പോകുന്നു എന്നറിയാത്ത അവസ്ഥയാണ് രാജ്യത്തുള്ളത്. രാജ്യത്തെ ജനങ്ങളുടെ പേരും പറഞ്ഞ് അവരുടെ കഷ്ടപ്പാടും ദുരിതവും കാണിച്ച് ലോകമെമ്പാടും നിന്ന് പണം പിരിക്കുക, എന്നിട്ട് അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കാതെ ബാങ്കിലിട്ട് പലിശ കൂട്ടുക. ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഇതാണോ സുതാര്യ ഭരണം? സംഘപരിവാർ അന്ധമായി പിന്തുണയ്ക്കുന്ന ആളുകളെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ സാധാരണക്കാരായ ഏത് പൗരനും ഇത് വലിയൊരു സ്കാം ആണെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ വിഷയം കേട്ടതിന് ശേഷം PM കെയേഴ്സ് ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.